ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നത് കരിക്ക് വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 2 കരിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് ആദ്യം ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ 2 ഇളനീൻ്റെ വെള്ളവും പിന്നെ 1 ഇളനീൻ്റെ കുറച്ച് കാമ്പും കൂടിയും ചേർത്തിട്ടാണ് പുഡിങ് ഉണ്ടാക്കുന്നത്. 2 സൈസ് പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ. അത് കുറച്ച് സാധനങ്ങൾ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടി ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഈ ചൈന ഗ്രാസിനെ 5 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനെന്താ അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചൈന ഗ്രാസൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം 2 പുഡിങ്ങിനും കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെക്കുക. അപ്പോൾ അത് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കരിക്ക് വെള്ളം അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഈ കപ്പിന് അങ്ങനെ 3.5 കപ്പ് ഇളനീർ വെള്ളം ഉണ്ടായിരുന്നു. ഒരു 3/4 കപ്പിൻ്റെ അളവാണ് കേട്ടോ. ഒരു കപ്പ് അപ്പോൾ അങ്ങനെ 3.5 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അത് പഞ്ചസാരയൊക്കെ നല്ലോണം വെള്ളത്തിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ പകുതി ചൈന ഗ്രാസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി, നല്ലോണം ചൂടാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ മിക്സാക്കി എടുത്തിട്ട് നമുക്കിത് വേറെ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ അതാ ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇളനീൻ്റെ കാമ്പന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ പീസുകളാക്കിയിട്ട്. അത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പുഡിങ്ങിൻ്റെ ട്രേ ഒന്നുമില്ല, അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ നമുക്ക് ഈ ഇളനീൻ്റെ വെള്ളം നമ്മൾ ചൈന ഗ്രാസൊക്കെ ആക്കിയിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഇതിലൂടെ ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ അങ്ങനെ കട്ട പിടിച്ചതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് അതേപോലെ അരിച്ചിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് ചൂടാറുന്നവരൊന്ന് പുറത്ത് വെക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ ഞാനത് ഈ ഗ്ലാസ്സിലൊരു 1/4 ഗ്ലാസ് വെച്ചിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് തേങ്ങയുടെ കാമ്പ് വെച്ചിട്ടുള്ള പുഡിങ് ഉണ്ടാക്കിയിട്ട് അതും കൂടി ഇതിന് മേലെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡബിൾ ലെയർ ആയിട്ടുള്ള പുഡിങ്ങായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്സിൽ ഇങ്ങനെ പകുതി ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാനത് ചൈന ഗ്ലാസ് ബാക്കിയുള്ളത് ഇങ്ങനെ കട്ടയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി പിന്നെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടിക്കോളും. അപ്പോൾ അതാ ഞാൻ കുറച്ച് കാമ്പ് എടുത്തിട്ട് 1 കപ്പോളം കാമ്പ് ഉണ്ടാകും, അത് ഞാൻ മിക്സിയിൽ തനിയെ വെറുതെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1.5 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പിൻ്റെ അളവാണ്, മൊത്തം 3/4 കപ്പ് ഉണ്ടാവും. പിന്നെ നമ്മൾ പാക്കറ്റ് പാൽ തന്നെ അത് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ അരിപ്പയോടെ അരിച്ചിട്ട് ഈ പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതൊക്കെ നല്ലോണം ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു 3-3.5 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മറ്റേ
വെറും ഗ്ലാസ് പുഡിങ്ങിൽ കുറച്ച് മധുരം കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതിൽ മധുരം പാകമായിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള ചൈന ഗ്രാസും കൂടി ഇതിൽ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രേ പണിയുള്ളൂ കേട്ടോ. ചൈന ഗ്രാസും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് ഇളനീര് പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച ഗ്ലാസിൻ്റെ മുകളിൽ ബാക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി അത് അതേപോലെ ഒരു പാത്രത്തിലുകൊണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പിന്നെ സ്ലൈസ് ചെയ്ത് വെച്ച തേങ്ങയുടെ ബാക്കി അതിന് മുകളിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പുഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് പിന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ പുഡിങ്ങൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ പുഡിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ പുഡിങ് ചെയ്ത് നോക്കാത്തവരിങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുഡിങ്ങാണ്. ആരെങ്കിലുമൊക്കെ വിരുന്നേരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കിത് വരുന്നതെന്ന് പറഞ്ഞാൽ പുഡിങ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അവർ വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇളനീനാണെന്നൊന്നും അറിയില്ലത്. പിന്നെ പുഡിങ് കഴിക്കുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കാം കേട്ടോ. ഇതുവരെ അങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചൈന ഗ്രാസ് മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമുക്ക് മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോളുടെ കോളേജിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ പൊന്നുനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. 9:30 മണിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുട്ടൂസ് ട്യൂഷന് പോയിക്കുകയാണ്. അപ്പോൾ ഒന്ന് ക്ലാസ്സില്ല, അപ്പോൾ അവനെ കൂടെയും കൂട്ടിയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ 9:45 ക്ലാസ് കഴിയുന്നതാണ്. പാപ്പത്തിനും സ്കൂളിൻ്റെ അടുക്ക് എത്തണം. അപ്പോൾ അവന് രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. അപ്പോൾ പഴം ഉണ്ടായിരുന്നു, എടുത്താണ് കുറച്ച് വെള്ളവും. തിന്നൊന്നും ഉണ്ടാവില്ല, തിന്നതുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും കൊടുക്കാറ് വിചാരിച്ചിട്ട് കയ്യിലെടുത്തതാണ്. രാവിലെ വെറും കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് പോയതാണ്. മദ്രസയിൽ പോയിട്ട് പിന്നെ അങ്ങനെ ട്യൂഷനും പോയിക്കണത്. പൊന്നൂന് പിന്നെ അവിടെ പൊങ്കലൊക്കെ ആയതിന് ലീവ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ 2 ദിവസത്തെ ലീവിനൊന്നും അവൾ വരുന്നില്ല, അവൻ്റെ നിന്നാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ കൊറോണ ഇതിൻ്റെ സാഹചര്യത്തിൽ ഒരാഴ്ച കൊണ്ട് ലീവ് നീട്ടി കൊടുത്താണ്. അപ്പോൾ കൊണ്ടുപോകാൻ പോണത് ചൊവ്വാഴ്ചയാണ് കേട്ടോ. പിന്നെ അടുത്ത തിങ്കളാഴ്ച കൊണ്ടുപോയി ആക്കി കൊടുക്കും വേണം. എന്തായാലും അങ്ങനെ ഒരാഴ്ച കഷ്ടി നിൽക്കുക വീട്ടിൽ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികളെ നമ്മൾ ഫസ്റ്റത്തെ കൊല്ലം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോവും വേണം, കൊണ്ടാക്കി കൊടുക്കും വേണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒറ്റക്ക് വരാമെന്നുണ്ടെങ്കിൽ ബസ്സിന് ട്രെയിനിന് അവിടെ നിന്ന് പോരാമെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ അവർ പറഞ്ഞേക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി കൊണ്ടുവരും വേണം, കൊണ്ടാക്കി കൊടുക്കും വേണം. 9:45 ക്ലാസ് വിട്ട് പാട്ടൊക്കെ വണ്ടി കയറിയിട്ട് പിന്നെ ഞാൻ സമയം ചോദിച്ചോളൊന്നും മൂപ്പര് ശ്രദ്ധിക്കണമെന്നല്ല കേട്ടോ. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ മാപ്പിളപ്പാട്ടുകൾ, പഴയ മാപ്പിളപ്പാട്ടുകൾ ഫോണിൽ വെച്ചിട്ടത് ബ്ലൂടൂത്ത് കണക്റ്റ് ആക്കിയിട്ട് വണ്ടി കേട്ട് അതന്നെ പരിപാടി. വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ മക്കളുണ്ട്, പിന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടേ ഇടുള്ളൂ. മക്കളില്ലാത്ത കാരണം പിന്നെ അങ്ങനത്തെ ഒന്നുമില്ലെങ്കിൽ മലയാള സിനിമാ ഗാനങ്ങൾ ഇടും പഴയത്, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുകൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കോട്ടോപ്പാട്ടം ടൗണാണ്. ഇനി നമ്മുടെ കടയിൽ പോയിട്ട് അവിടുന്ന് വെള്ളി മെഷീൻ എടുത്തിട്ട് വേണം പോകാൻ. വെള്ളി മെഷീൻ വെച്ചാൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോയമ്പത്തൂർ കൊണ്ടുപോയിട്ടാണ് ശരിയാക്കൽ. അപ്പോൾ ഇവിടെ ചേർത്തണേൻ്റെ കോയമ്പത്തൂർ ചേർത്തതിൻ്റെ മുമ്പ് ഞങ്ങളങ്ങനെ പോയിരുന്നു കേട്ടോ. വെള്ളി മെഷീനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റക്ക് അങ്ങനെ പോകില്ല, പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ പോകലുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും മോളെ കൊണ്ടുപോകാൻ പോകും വേണം, മെഷീൻ ശരിയാക്കും വേണം. അപ്പോൾ നമ്മളെ കടയിലെത്തിയിട്ടുണ്ടോ, ഇതാണ് കട. അപ്പം ഇനി മെഷീൻ എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് അതും വണ്ടി കയറ്റി പിന്നെ കുട്ടൂസിനെ എടുക്കണം പോയിട്ട് കോളേജിൻ്റെ അവിടെ നിന്ന്, എന്നിട്ട് വേണം പോകാനും നമുക്ക്. ഇപ്പോൾ കുട്ടൂസ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് പോകാനവിടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കാത്തു നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇനി ഇതും കൂടി എടുത്തിട്ട് പോട്ടെ. അപ്പോൾ അവർക്ക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെൽഡിങ് മെഷീനാണ് അത്. അതിവിടെ നിന്ന് ശരിയാക്കി കിട്ടില്ല, അവിടെ തന്നെ പോവും വേണത് ശരിയാക്കി കിട്ടണമെങ്കിൽ.
അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ശരിയാക്കി. അപ്പോൾ പിന്നെ പൊന്നുവിനെ കൂട്ടി വരുമ്പോഴത്തേനും കൊടുത്തിട്ട് പോയാൽ അവളെ കൂട്ടി വരുമ്പോഴത്തേനും അത് ശരിയാക്കി വെക്കുകയും ചെയ്യും. പൊന്നുവിനെ നമ്മളവിടെ ഫിസിയോതെറാപ്പിയുടെ കോഴ്സിനാട്ടോ ചേർത്തിട്ടുള്ളത്. 4 വർഷത്തെ കോഴ്സാണുള്ളത്. 6 മാസത്തെ ട്രെയിനിങ് ആണ്. 4.5 വർഷം നിൽക്കണം. അപ്പോൾ അങ്ങനെ മെഷീനൊക്കെ എടുത്ത് കടയൊക്കെ കൂട്ടി പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതാ സ്കൂളിൻ്റെ അവിടെ എത്തി. കുട്ടൂസവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവനെയും കയറ്റി ഇനി ഞങ്ങൾ നേരെ പോവുകയാണ്. പിന്നെ അങ്ങനെ പോരുന്ന വഴിക്ക് പിന്നെ കരടിക്കോട് അവിടെ എത്തിയപ്പോൾ ചായ കുടിക്കാൻ കയറിയിട്ടോ. അവനോ ഒന്നും കഴിക്കാതെ പോയി പഴം തിന്നാൻ വേണ്ടി പഴം തിന്നതുമില്ല. പിന്നെ ഓരോ ദോശയും ചായ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ 1:30 മണിയായിട്ടോ. അങ്ങനെ പതുക്കെ പോയത്, അല്ലെങ്കിൽ എന്നും പെട്ടെന്ന് വേഗം പോയി പോരലാണ്. 2-3 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നതാണ്. പിന്നെ പതുക്കെ പോയി. പിന്നെ മെഷീനൊക്കെ കൊടുക്കാണ്ടായിരുന്നില്ല. പിന്നെ ഇവർക്ക് വണ്ടീൻ്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ മേടിച്ചിട്ട് പിന്നെ ആക്കം പോലെ അങ്ങനെ പോയത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ പോകുമ്പോഴൊക്കെ അങ്ങനെ കാഴ്ചകൾ കാണാൻ പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള സംഗതി കേട്ടോ. അത് ഇനി എവിടെയാണെങ്കിലും വേണ്ടില്ല. നമ്മൾ പോയി ഇറങ്ങി ഇങ്ങനെ കാണുന്നേക്കാളിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ എവിടെ പോകുകയാണെങ്കിലും മൊബൈൽ കയ്യിലെടുത്തിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അതിന് എന്നെ ചീത്ത പറയും. വാപ്പി മക്കളൊക്കെ പറയും. അപ്പോൾ അതങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്താനായിട്ടുണ്ട്. നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞ് പോയിട്ട് നല്ല ഭംഗിയാണ്. റോഡ് സൈഡും പിന്നെ റോഡിൻ്റെ 2 സൈഡിൽ നടുക്കായിട്ട് പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാട്ടോ കാണാനും. അപ്പോൾ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ പോയിട്ട് വെൽഡിംഗ് മെഷീൻ ശരിയാക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ പോയിനിയർ വെൽഡിങ് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ അവിടെയാണ് മെഷീനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകുന്നു. അവിടെ തന്നെയാണ് ആ മെഷീൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. മെഷീൻ വാങ്ങാൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ മെഷീൻ ശരിയാക്കി തരും ചെയ്യും അവരെന്തെങ്കിലും കേടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് പോന്നു. ഇപ്പോൾ കോളേജിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറിയിട്ട് വണ്ടിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കോളേജിൽ എത്തിയിട്ടോ. ഇനി പോയിട്ട് അവളെയും കൂട്ടി അവളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി വരട്ടെ. പിന്നെ കോളേജും ഇതൊന്നും ഞാൻ നേരെ കാണിക്കണില്ല കേട്ടോ. അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കോളേജ് ഹോസ്റ്റൽ ഇതൊന്നും ഞാൻ കാണിക്കണില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രം. കോളേജൊക്കെ നല്ല അടിപൊളി കോളേജ് കേട്ടോ. നല്ല ഭയങ്കര സ്ട്രിക്റ്റിലൊക്കെയാണ് കുട്ടികളെ നോക്കുകയൊക്കെ ചെയ്യുക. അവർ ഷാളൊക്കെ പിൻ ചെയ്ത് വേറെ ഷാൾ തറയിലൊക്കെ ഇട്ട് നല്ല അടക്കത്തിലും ഒതുക്കത്തിലൊക്കെയാണ് അവിടെ കുട്ടികളൊക്കെ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ വേണമെന്നുള്ള നിയമമാണ് അവിടെ. അപ്പം അങ്ങനെ അവളെ കൂട്ടി അങ്ങനെ തിരിച്ച് പോരുകയാണ്. പിന്നെ ഇപ്പോൾ അങ്ങനെ ആങ്ങളെയും മങ്ങളൊക്കെ കുറേ ദിവസത്തിന് ശേഷം കണ്ട ഒരു പൊലിവും സന്തോഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പറച്ചിലൊക്കെയാണ് കേട്ടോ. പൊന്നുവിനെ അണ്ണാച്ചിന്ന് പൊങ്കാളിയെന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കല പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേനും ഇപ്പോൾ സമയത്ത് 3:30 മണിയായിട്ടോ. 1:30 അവിടെ എത്തിയിട്ട് 3:30 മണിക്കാണ് അവിടെ നിന്ന് പോരുന്നത്. പിന്നെ അവളെ പ്രിൻസിപ്പളിനെയൊക്കെ കാണണം. പിന്നെ ലീവിന് എഴുതി ഒപ്പിട്ടൊക്കെ കൊടുത്തെങ്കിൽ അവിടെ നിന്ന് പോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം ഭക്ഷണം കഴിക്കാൻ പോയ സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടിട്ട് പിന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ വെൽഡിങ് കടയുടെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. തിരിച്ച് പോരുമ്പോൾ പിന്നെ മെഷീൻ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മൾ അത്ര നേരം തന്ന സമയം കൊണ്ട് അവർ മെഷീനൊക്കെ നേരാക്കി തന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് ഇങ്ങനെ പോന്നു. പിന്നെ ഒരുപാട് കടകൾ കൂടെ ഒക്കെ കയറി ഇറങ്ങി മറ്റെന്തൊക്കെ പൈപ്പും സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മെഷീൻ്റെ പണിയെടുക്കണ എന്തൊക്കെയോ സാധനങ്ങൾ കുറേ വാങ്ങാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ
കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് പോന്നിട്ടോ. അപ്പോൾ ഇതിന് നേരം കുറേ ആയിരുന്നു. ബംഗാളിയെ അതെ, പൊന്നൂനെ കളിയാക്കൽ എന്നെ കുട്ടൂസിന് പണിയിട്ടോ. അപ്പോൾ വാപ്പ പറഞ്ഞു പിന്നെ ഓളിപ്പോൾ കോയമ്പത്തൂർ പഠിച്ചൊരു അണ്ണാച്ചി ജയിക്കണു പറഞ്ഞു. അപ്പോൾ പറയണ കോയമ്പത്തൂർ പഠിച്ചിട്ട് തമിഴ് പഠിച്ചിട്ടൊരു ബംഗാളി ജയിക്കണു. അപ്പോൾ അതിന് ഓനെയും കളിയാക്കാണ് തമിഴ് പഠിച്ചിട്ട് ബംഗാളിയായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പത്തേനും 6 മണി 6:30 മണിയൊക്കെ ആയിട്ടോ. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാതായി മക്കൾക്കൊക്കെ. പൊന്നൂന് അബദ്ധം പറ്റി. പൊന്നൂന് അവിടുന്ന് ഹോസ്റ്റലിന് ചോറൊക്കെ നിന്നിട്ട് പോന്നാൽ മതി എന്ന് തിന്നതുമില്ല. ഞങ്ങൾ ചെല്ലുമല്ലോ അപ്പോൾ തന്നെ പോരല്ലോ വിചാരിച്ചിട്ടൊന്നും കഴിക്കാതെ നിന്നു. കുട്ടൂസിനാണെങ്കിൽ വേഗം വിശക്കും എവിടെ പോവുകയാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ എപ്പോഴും പോയി വരുന്ന സമയത്ത് കയറുന്നൊരു കട ഉണ്ട്. അവിടെ എത്തിയെങ്കിൽ പിന്നെ വേറെ ഭക്ഷണം കഴിക്കുള്ളൂ. ഇവിടെ ഒന്നും ഭക്ഷണം കഴിക്കാതെ പോരിട്ടോ. ഒന്നും വാങ്ങി തിന്നൊന്നുമില്ല. അങ്ങനെ ഐസ്ക്രീം മാത്രമേ മേടിച്ചുള്ളൂ. കോയമ്പത്തൂർ അങ്ങനെ ഹോട്ടലിലൊന്നും കയറില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് പോകുന്ന വാളയാറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്, റേസ് ബോൾ എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോൾ പോരുകയാണെങ്കിലും അവിടെ കയറുള്ളൂ. അവിടെ പോയി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്കൊക്കെ കുറവാണ്. മറ്റേത് നല്ല തിരക്കുള്ള സമയത്തൊക്കെ വരലുണ്ടാവില്ല ഞങ്ങൾ. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ തിരക്കൊക്കെ കയറുമ്പോൾ കട എല്ലാവർക്കും വിചാരിച്ച് കയറേണ്ടതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കടയൊക്കെ ഓപ്പൺ തന്നെയാണ്. അപ്പോൾ ആൾ കുറവാണ്. നമ്മുടെ ആൾക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. കടയിൽ ഇങ്ങനെ നോക്കിയിട്ട് ആൾക്കാർ തീരെ ഇല്ലെങ്കിൽ പിന്നെ ആ കടയിൽ കയറില്ല. എന്നാൽ നല്ല തിരക്കാണെങ്കിൽ അപ്പോഴും കയറില്ല. ഞങ്ങളെപ്പോഴും പറയും കട കണ്ടു കഴിഞ്ഞാൽ ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ വിശന്നിട്ട് കയറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ കയറുള്ളൂ കടയിൽ. പിന്നെ അപ്പോൾ അങ്ങനെ എന്തായാലും അവിടെ കയറിയിട്ടുണ്ട്. ആളൊക്കെ കുറവ്. പിന്നെ ഞങ്ങൾ കയറിയതിന് ശേഷം കുറേ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ആദ്യം തന്നെ സൂപ്പ് ഓർഡർ ചെയ്തിട്ടോ. അപ്പോൾ ഒരു ബോൾ സൂപ്പ് തന്നെ ഓർഡർ ചെയ്തോളൂ. അത് പിന്നെ എപ്പോഴും കഴിക്കാത്തൊരു സൂപ്പ് കണ്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. നമ്മൾ സ്വീറ്റ് കോണിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നില്ല. വെറും ഉപ്പും മധുരം കൂടിയും കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് എന്നിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. ചിലവർക്കൊക്കെ പറ്റിയിരിക്കും, നമുക്ക് പറ്റിയില്ല. പിന്നെ അങ്ങനെ നമ്മൾ തന്തൂരി ചിക്കനും തന്തൂരി റൊട്ടി ഓർഡർ ചെയ്തു. നമ്മുടെ ആൾക്ക് പിന്നെ കൂന്തൾ റോസ്റ്റ് കൊണ്ടുവന്നാണ്. അപ്പോൾ അതും കൂടി വേണമെന്നാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടാണ്ടോ പോകുന്നത്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ. പക്ഷെ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ പൊന്നൂന് പിന്നെ മിൻറ്റ് ലൈം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി മേടിച്ച് കൊടുത്തു. പിന്നെ അങ്ങനെ തിരിച്ച് പോന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ രാത്രി 10-10:30 മണിയായി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അല്ലെങ്കിൽ ഒരു 4 മണിക്കൊക്കെ എത്തേണ്ട സമയമാണ്. ഇന്നിപ്പോൾ നേരെ തിരിച്ച് 10:30 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. കുറേ കടയിലൊക്കെ അങ്ങനെ കയറി ഇറങ്ങാനുള്ളത് കാരണം. പിന്നെ അവളൊരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ, വിസ്മയ പറഞ്ഞിട്ട്. അപ്പോൾ അവളും ഉണ്ടാവലുണ്ട്, അവളുടെ വീട്ടുകാരും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവൾക്ക് വയ്യാത്ത കാരണം പൊന്നൂനെ അവിടെ കൊണ്ടാക്കിയ സമയത്ത് അവളങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവരും കൂടി ഉണ്ടാവും. അവളുടെ വിസ്മയുടെ അച്ഛനമ്മൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അവരുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നു കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കാം കേട്ടോ. ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റുകളൊന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.